അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. നമ്മുടെ നാട്ടിൽ നല്ല കൊടുമ്പിരി കൊണ്ട് ചൂടാണ്, നല്ല വെയിലാണ്. പുറത്തു പോകുമ്പോൾ ചർമ്മ സംരക്ഷണത്തിനായിട്ട് സൺസ്ക്രീൻ ഇടണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ് നല്ലൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നത്? സൺസ്ക്രീനിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന 3 അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, SPF. ഞാൻ നിങ്ങൾക്ക് 3 സൺസ്ക്രീനുകൾ പരിചയപ്പെടുത്തുകയാണ്. ഇത് SPF 50 ഉള്ള സൺസ്ക്രീനാണ്, ഇത് SPF 70, ഇത് SPF 100. അപ്പോൾ ഇതിൽ ഏതാണ് നല്ല സൺസ്ക്രീൻ ഒന്ന് പറയാമോ? നിങ്ങളുടെ ഉത്തരം ഞാൻ പറയട്ടെ. ഇത് നല്ലത് കാരണം SPF 50 ഉള്ളൂ, ഇത് SPF 70 ഉള്ളത് കാരണം കുറച്ചുകൂടി നല്ലത്, ഇത് 100 ഉള്ളത് കാരണം ഏറ്റവും നല്ലത്. ഇതല്ലേ നിങ്ങളുടെ ആൻസർ? എന്നാൽ ഈ ആൻസർ ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി ശരിയല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം ശീലം എന്ന് പറയുന്നത് SPF മാത്രം നോക്കി ഒരു സൺസ്ക്രീനിനെ ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും SPF ഉള്ളത് ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങൾ SPFനേക്കാൾ കൂടുതലായി നോക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, അതാണ് PA. എത്ര പേര് ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന PA എത്രയാണെന്ന് നോക്കിയിട്ടുണ്ട്? നോക്കൂ, അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് SPF എന്നും എന്താണ് PA എന്നുമാണ്. SPF എന്ന് കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് അർത്ഥം. അത് 50, 30, 70 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അതെന്താണ്? ഇത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന നമുക്ക് ഹാനികരമായിട്ടുള്ള വികിരണങ്ങളിലെ UVB റേസിന് ആ ഒരു സൺസ്ക്രീൻ തരുന്ന പ്രൊട്ടക്ഷനാണ്. എന്നാൽ ഈ വരുന്ന സൂര്യപ്രകാശത്തിൽ വെറും 2 മുതൽ 5% മാത്രമേ UVB റേസ് ഉള്ളൂ. ഈ UVB റേസ് ആവട്ടെ നമ്മുടെ ത്വക്കിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിനെ ഡാമേജ് ചെയ്യുന്നവരാണ്. അതായത് നമുക്ക് സൺ ബേൺസ് ഉണ്ടാക്കുന്നു. കുറേ കാലത്തെ എക്സ്പോഷറിൽ നമുക്ക് ചിലപ്പോൾ ക്യാൻസർ ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് ഏറ്റവും ഔട്ടർ ലെയറിനെ മാത്രമാണ് ഡാമേജ് ചെയ്യുന്നത്. ഇത് വെറും 2 മുതൽ 5% മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വെറും 2 മുതൽ 5%-ത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ് SPF തരുന്നത്. അപ്പോൾ SPF മാത്രം നോക്കിയാൽ മതിയോ? അല്ല. ബാക്കി 95% എന്താണെന്നറിയോ? UVA റേസ് ആണ്. ഈ UVA റേസിന് പ്രതിരോധിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീനിൽ എഴുതിയിരിക്കുന്ന PA എന്ന് പറയുന്ന 2 അക്ഷരങ്ങളാണ്. എത്ര പേര് PA നോക്കിയിട്ടുണ്ട്? അധിക പേര് ആരും നോക്കില്ല. അപ്പോൾ നിങ്ങളൊരു നല്ല സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് PA എത്രയാണെന്ന് നോക്കണം. PA മിനിമം 3+ എങ്കിലും വേണം. 4+ ഉണ്ടെങ്കിൽ വളരെ നല്ലതായി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് SPF മാത്രം നോക്കി ഒരിക്കലും ഇപ്പോൾ PA എഴുതിയിട്ടേ ഇല്ല, SPF മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കരുത്. അതിനിപ്പോൾ SPF 100 ആണെങ്കിലും ശരി തിരഞ്ഞെടുക്കരുത്. PA മിനിമം 3 അല്ലെങ്കിൽ 4+ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായി. ഞാനിപ്പോൾ ഇതിലൊക്കെ ഇതിൻ്റെ PA കൂടി ഞാൻ എപ്പോഴും സൺസ്ക്രീൻ വാങ്ങുമ്പോൾ SPFും PAയും രണ്ടും നോക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ SPF 70 ഉള്ളതാണ്. ഇതിൽ നോക്കി നോക്കൂ, PA 4+ ആണ്. നിങ്ങൾ കണ്ടോ? ഇതിൽ കാണുന്നില്ലേ? ഇത് കണ്ടോ? ഇപ്പോഴാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നത് അല്ലേ? ഇപ്പം നോക്കി നോക്കൂ, ഇതിൽ നോക്കി നോക്കൂ, PA എന്ന് പറയുന്നത് 4+ ആയിട്ട് എഴുതിയിട്ടുണ്ട്. SPF 70 എന്നുമുണ്ട്, എന്നാൽ PA 4+ ഉണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഇതിൻ്റെയും കാണിച്ചു തരാം. ഇത് നോക്കി നോക്കൂ, ഇതിൽ കണ്ടോ SPF 100 വളരെ നല്ലതാണ്, എന്നാൽ അതിൻ്റെ കൂടെ PA 4+ ഏറ്റവും ബെസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? PA 4+. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പോഴാണ് പൂർണ്ണമായി ശരിയായത്. കാരണം ഏറ്റവും നല്ല സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറും ഏറ്റവും നല്ല UVA പ്രൊട്ടക്ഷനും നമുക്ക് ഈ പറയുന്ന സൺസ്ക്രീൻ തരുന്നുണ്ട്. അപ്പോൾ ഇത്ര മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയോ? മെയിനായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് PA ഫാക്ടർ എന്താണെന്ന് അറിയാം, SPF എന്താണെന്ന് അറിയാം. PA ഫാക്ടർ 3 or 4+ ഉള്ളത് എടുത്താൽ മാത്രമേ നമുക്ക് UVA റേസിന് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഡീപ്പ് ഡാമേജ്, നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്ന, സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്ന UVA റേസിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. എന്നാൽ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ സൺസ്ക്രീനുകളെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി, ഗർഭിണിയായവർക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറ്റുമോ, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ധാരാളം പേർ ചോദിക്കാറുണ്ട്. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3 തരം സൺസ്ക്രീനുകളാണുള്ളത്. 1 കെമിക്കൽ, 2 മിനറൽ, 3-മത്തേത് ഹൈബ്രിഡ്. അതായത് 2 കൂടി ചേർന്നത്. എന്താണ് കെമിക്കൽ സൺസ്ക്രീനുകൾ? കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഉള്ള സൺസ്ക്രീനുകൾ തന്നെ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കെമിക്കലുകളാണ്. അപ്പോൾ ഇത് കെമിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഏറ്റവും നല്ല സൺസ്ക്രീനുകൾ, ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സൺസ്ക്രീൻസ് ആണ് കെമിക്കൽ സൺസ്ക്രീൻസ്. ആക്ച്വലി ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് വിപണികളിൽ ലഭ്യമായിട്ടുള്ള സൺസ്ക്രീനുകളും. എന്നാൽ ഇതിൽ തന്നെ നമ്മൾ കെമിക്കൽ സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ന്യൂജൻ ആയിട്ട് ഫിൽറ്റേഴ്സ് ഉള്ള കെമിക്കൽ സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. അതെന്താണ് ഈ ഓൾഡ് ജെൻ, ന്യൂജൻ? ഒന്നുമല്ല. ഓൾഡ് ജെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഫിൽട്രേഷനും പ്രൊട്ടക്ഷനും കുറവാണ്. അത് ഓക്ടിനോക്സേറ്റ്, ഓക്സിബെൻസോൺ, അവോബെൻസോൺ എന്നൊക്കെ പറയുന്ന ചില കെമിക്കലുകളായിരുന്നു മുമ്പേ, ഓൾഡ്, അതായത് പഴയതാണത്. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ കുറച്ച് കുറവാണ്. എന്നാൽ
പുതിയ ന്യൂജൻ ഫിൽറ്റേഴ്സ് ഉള്ള കെമിക്കൽ സൺസ്ക്രീനുകൾ വളരെ എഫക്റ്റീവാണ്. അത് ടിനോസോർബ് എസ്, ടിനോസോർബ് എം എന്നൊക്കെ പറയുന്ന വളരെ നൂതനമായിട്ടുള്ള കെമിക്കലുകളാണ്. അത് നമുക്ക് വളരെ നല്ല UVA UVB പ്രൊട്ടക്ഷൻ തരുന്നു. അപ്പോൾ അതുകൊണ്ട് കെമിക്കൽ സൺസ്ക്രീനുകളിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കണ്ടന്റുകൾ നോക്കണം. അതിൽ ന്യൂജൻ ഫിൽറ്റേഴ്സ് ഉള്ള ടിനോസോർബ് എസ്, ടിനോസോർബ് എം, DHHB എന്നൊക്കെയുള്ള ന്യൂ ഫിൽറ്റേഴ്സ് ആണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ നോക്കുക. ഓൾഡ് ജെൻ ആണെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. കാരണം അത് മാത്രമല്ല, ഈ ഓൾഡ് ജെൻ കാര്യങ്ങൾ ചില ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് മിനറൽ ഫിൽറ്റേഴ്സ്. മിനറൽ ഫിൽറ്റേഴ്സിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും ഒക്കെയാണ്. അതും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നോക്കൂ, ഇത് രണ്ടും പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. കെമിക്കൽ സൺസ്ക്രീനുകൾ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് UVA UVB റേസിനെ അബ്സോർബ് ചെയ്ത് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഹീറ്റിനെ പുറത്തേക്ക് വിട്ട് ആ ഒരു അബ്സോർപ്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു 10-20 മിനിറ്റ് സമയമെടുക്കും. നമ്മൾ തേച്ച് കഴിഞ്ഞ് 10-20 മിനിറ്റ് കഴിഞ്ഞാലേ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയുള്ളൂ. കാരണം ഇത് UVA UVB റേസിനെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെയാണ് അതിനെ പ്രൊട്ടക്ഷൻ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കൽ സൺസ്ക്രീനുകൾ പ്രഗ്നൻസി ടൈമിൽ ഗർഭിണികൾക്ക്, കുട്ടികൾക്ക് അത്രയ്ക്ക് സേഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് എന്താണ്? ഒട്ടും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കോസ്മെറ്റിക്കലി കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ ചിലവ് കണ്ടിട്ടില്ലേ, പണ്ട് ഷെയ്ൻ വോണൊക്കെ ഇങ്ങനെ തേച്ചിരിക്കുമ്പോൾ വൈറ്റ് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് എന്താണ് ഈ വൈറ്റ്? അത് ആക്ച്വലി അവർ നല്ല സൺസ്ക്രീൻ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുഖത്ത് വെള്ള പാണ്ടുകൾ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ വെള്ളപ്പാണ്ടുകൾ ഒരിക്കലും കെമിക്കൽ സൺസ്ക്രീനുകൾ ഉണ്ടാക്കാറില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. പക്ഷേ ദോഷം എന്താണ്? 20 മിനിറ്റ് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് മാത്രമല്ല കുട്ടികൾക്കും കുട്ടികൾക്കും അത്രയ്ക്ക് സേഫും അല്ല. ഇനി നമ്മുടെ മിനറൽ സൺസ്ക്രീൻ, അതിൽ ഞാൻ പറഞ്ഞല്ലോ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും ഒക്കെയാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും, പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കും. അത് മാത്രമല്ല ഇതിന് ഈ പറയുന്ന അബ്സോർപ്ഷൻ ഇല്ല. ഇതിങ്ങനെ ജസ്റ്റ് അതിനെ പുറത്തേക്ക് ഇങ്ങനെ വികിരണം ചെയ്യുക, അതായത് അതിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിലും കുട്ടികൾക്കും വളരെയധികം സേഫാണ് ഏത് ഈ പറയുന്ന മിനറൽ സൺസ്ക്രീനുകൾ. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മെറ്റിക്കലി അത്രയ്ക്കൊരു രസം ഉണ്ടാവില്ല. കുറച്ച് വൈറ്റ് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ അതിനും ഇപ്പോൾ പുതിയ നൂതന വിദ്യകളൊക്കെ ഉണ്ട്, നാനോ ടെക്നോളജി ഒക്കെ ഉണ്ട്. ഈ വൈറ്റ് കാസ്റ്റ് വരാതെ തന്നെ നല്ല രീതിയിൽ മിനറൽ സൺസ്ക്രീനുകൾ ഇപ്പോൾ പുറത്ത് മാർക്കറ്റിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഡെഫിനറ്റ്ലി ഗോ ഫോർ മിനറൽ സൺസ്ക്രീൻ. കുട്ടികളാണ്, ഡെഫിനറ്റ്ലി ഗോ ഫോർ മിനറൽ സൺസ്ക്രീൻ. നാനോ ടെക്നോളജി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നും വരില്ല. അല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന പ്രഗ്നൻസിയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലതൊരു ഹൈബ്രിഡ് എടുക്കാം. അതിൽ തന്നെ കെമിക്കൽ സൺസ്ക്രീനുകളിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂജൻ ടിനോസോർബ് എമ്മും ടിനോസോർബ് എസ് ഒക്കെയുള്ള സംഭവങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത്രയൊക്കെ നമുക്ക് നോക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, കുട്ടികളിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ അതിൻ്റെ ആവശ്യമില്ല. 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കുട്ടികൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് പോകുമ്പോൾ, ഇപ്പോൾ അവരൊരു സ്പോർട്സ് ഡേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ബീച്ച് വെക്കേഷന് പോവുകയാണ്, നല്ല സൺ എക്സ്പോഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവർക്കൊരു സൺസ്ക്രീൻ നിങ്ങൾ ഇട്ട് കൊടുക്കണം. 12 വയസ്സിന് ശേഷം നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഡെയിലി എങ്കിലും നമ്മൾ മോയ്സ്ചറൈസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീൻ കുട്ടികൾക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം. ഇത് വലിയ ആളുകൾക്ക് മാത്രമുള്ളതല്ല, ഇതൊരു ബേസിക് സ്കിൻ പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് 12 വയസ്സിന് ശേഷം എല്ലാ കുട്ടികൾക്കും മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനും റെഗുലറായി 2 തവണയെങ്കിലും ചെയ്യണം. പിന്നെ ഇനി അവസാനം ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നിർത്തുകയാണ്. സൺസ്ക്രീൻ 2 തവണയാണോ അപ്ലൈ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെയല്ല. എല്ലാ 3 to 4 അവേഴ്സിലും റീഅപ്ലിക്കേഷൻ വേണമെന്നാണ് പറയുന്നത്. പ്രാക്ടിക്കലി എത്ര പോസിബിൾ ആവുമെന്നൊന്നും അറിയില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ബീച്ചിലേക്ക് പോവുകയാണ്, നല്ല സൺ എക്സ്പോഷർ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എവറി 4 അവേഴ്സ് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എങ്കിൽ മാത്രമേ നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ചില ആളുകൾ ടാനിങ് വരുന്നു, സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടും ടാനിങ് വരുന്നു എന്ന് പറയാറുണ്ട്. നോക്കൂ, ടാനിങ് മാറ്റാനല്ല നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. ടാനിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷനാണ്. നമ്മുടെ സ്കിന്നിലെ മെലാനിൻ ഏറ്റവും പുറമേയുള്ള ലെയറിൽ വന്ന് നമ്മളെ സൂര്യനിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. ടാനിങ് നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ്. അപ്പോൾ ടാനിങ്ങിനെ കുറ്റം പറയേണ്ട, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ടാനിങ് മാറ്റാനല്ല നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള മോശമായിട്ടുള്ള റേസ് കാരണം ഉണ്ടാകുന്ന ഡാമേജും ലോങ് ടേം പ്രോബ്ലംസും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ. അപ്പോൾ വേനൽക്കാലമാണ്, ഒരിക്കലും സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങരുത് കേട്ടോ. ബൈ.